ഡോക്ടറെ, എന്താ? ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബീനെ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്താണോ വളർത്തുന്നത്? അല്ല, ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് വെച്ചാൽ അതൊരു പഴയ ഒരു പ്രയോഗമാണ്. ഇപ്പോൾ നമ്മൾ ബേബി ആവാൻ പോകുന്ന എംബ്രിയോനെ നമ്മൾ ഡിഷസിലാണ് കൾച്ചർ അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നത്, വളർത്തുന്നത്. ഡിഷസോ? ഡിഷസ് എന്ന് വെച്ചാൽ IVFന് വേണ്ടി ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടെയ്നേഴ്സിലാണ് ഈ കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടറെ, അപ്പൊ എത്ര നാൾ ഈ എംബ്രിയോ പുറത്ത് വളർത്താൻ പറ്റും? പുറത്ത് വളർത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എംബ്രിയോനെ കൾച്ചർ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് നമുക്കൊരു 6 ദിവസം വരെ നമുക്ക് പുറത്ത് എംബ്രിയോ വളർത്തൽ അല്ലെങ്കിൽ എംബ്രിയോ കൾച്ചർ നമുക്ക് ചെയ്യാൻ പറ്റും. ശരി. അപ്പൊ ഈ 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലേ? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 6 ദിവസത്തിനകം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ഫ്രഷ് ട്രാൻസ്ഫർ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എംബ്രിയോനെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. അപ്പൊ ശരി.